ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പുതിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടക്കുന്നത്. ശരത് പവാർ NCPയിലെ എംപിമാർ ഒന്നാകെ അജിത് പവാർ പക്ഷത്തേക്ക് കൂടുമാറാൻ നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 8 എംപിമാരും മറുകണ്ഠം ചാടാൻ നീക്കം നടത്തുന്നതായി ഒരു ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം ലഭിക്കുന്നതും. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനത്തിനു പിന്നാലെയാണ് ശരത് പവാർ പക്ഷത്തെ നേതാക്കൾ കൂടുമാറ്റത്തിനൊരുങ്ങുന്നത്. 8 എംപിമാർ അജിത് പവാറിനെ ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരവും. ഇവരുടെ പേര് വിവരങ്ങളോ വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. BJPയുടെ നിർദ്ദേശപ്രകാരം ശരത് പവാർ പക്ഷത്തെ നേതാക്കളെ അടർത്തി മാറ്റാൻ അജിത് പവാർ നീക്കം നടത്തുന്നതായി അടുത്തിടെ മഹാവികാസ് അഘാഡിയിലെ ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു. അതേസമയം ശരത് പവാർ പക്ഷം ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിനൊപ്പം ചേരാൻ നീക്കം നടത്തുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. മകൾ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ BJPയുമായി സഖ്യമാകാമെന്നാണ് ശരത് പവാറിന്റെ നിലപാടെന്നാണ് ഫ്രീ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ബാരാമതി എംപിയും ശരത് പവാർ NCP നേതാവുമായ സുലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പുതിയ സർക്കാരിൽ ഫട്നാവിസ് എന്ന ഒരൊറ്റയാളാണ് അത്യധ്വാനം ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവരാരും തന്നെ ചിത്രത്തിലേ ഇല്ലെന്നുമായിരുന്നു അവർ പ്രശംസിച്ചത്. ഏകാഗ്രതയോടെ ഒരു മിഷൻ മോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫട്നാവിസ്. അത് നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നുവെന്നും സുപ്രിയ സുലെ ആശംസിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന് പവാർ കുടുംബം ഒന്നായി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി അടുത്തിടെ അജിത്തിന്റെ മാതാവ് വെളിപ്പെടുത്തുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇരു പാർട്ടികളും ഒന്നിക്കാൻ നീക്കം നടത്തുന്നതായാണ് ഇതിനു പിന്നാലെ വാർത്തകളൊക്കെ തന്നെ പ്രചരിച്ചത്. 2023 ജൂലൈയിലാണ് NCP പിളർത്തി അജിത് പവാർ BJP സഖ്യത്തിനൊപ്പം ചേരുന്നത്. 20-ലേറെ MLAമാരായിരുന്നു അജിത്തിനൊപ്പം കൂടുമാറിയത്. പിന്നാലെ BJPയും ഏക്നാഥ് ഷിൻഡെ ശിവസേനയും ചേർന്നുള്ള മഹായുതി സർക്കാരിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. മത്സരിച്ച 4 സീറ്റിൽ ഒരിടത്ത് മാത്രമാണ് ജയിക്കാനായിരുന്നത്. എന്നാൽ 8 സീറ്റുമായി ശരത് പവാർ പക്ഷം കരുത്തു തെളിയിച്ചു. BJPയെ ഞെട്ടിച്ച MVA മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു. BJP വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച സംസ്ഥാനത്ത് ആകെ 48 സീറ്റിൽ 31 നേടിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന MVA ആയിരുന്നു. 13 സീറ്റ് നേടി കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഉദ്ധവിന്റെ ശിവസേന 9ഉം ശരത് പവാർ NCP 8ഉം സീറ്റ് നേടി കരുത്തറിയിക്കുകയായിരുന്നു.